ശ്രീ ബി ജയരാജ്, ഇവിടെ നോക്കൂ, രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിലേക്ക് വന്നു. പിണറായി വിജയൻ അന്ന് ശക്തനാണ്, കരുത്തനാണ്. അദ്ദേഹം പറയുന്നതിന് മറുവാക്കില്ലാത്ത വണ്ണം സ്വീകരിക്കപ്പെടും. ഇതിപ്പോൾ അദ്ദേഹത്തിന്റെ ചിത്രം മാത്രം ഫ്ലക്സ് വെച്ച് ഒരു സ്ട്രാറ്റജി എടുത്തുകൊണ്ട് LDF അല്ലാതെ മറ്റാര് എന്ന ഒരു തെറ്റിപ്പോയ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഇലക്ഷൻ മുഖത്തേക്ക് ഇറങ്ങി. ചരിത്രത്തിൽ ഇന്നേ വരെ ഇല്ലാത്ത വണ്ണമുള്ള കനത്ത പരാജയം, പാർട്ടി കോട്ടയുടെ തകർച്ച മാത്രമല്ല, ജനബന്ധ വിച്ഛേദനത്തിന്റെ സാക്ഷ്യമാണ് ആ ശതമാനത്തിലെ തളർച്ച. അങ്ങനെ ആ പരാജയത്തിന് നേതൃത്വം നൽകിയ ആൾ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് ഇരിക്കുന്ന ചരിത്രത്തിൽ രാഷ്ട്രീയമായി ഏറ്റവും ദുർബലനാണ് ഇപ്പോൾ പിണറായി വിജയൻ. കൂടാതെ കാലിലെ ഒരു വലിയ കെട്ടുപോലെ മാസപ്പടിയും, മകളുടെ പേരിലെ മാസപ്പടിയും. അങ്ങനെ ദുർബലനായ ഒരു പ്രതിപക്ഷ നേതാവ് ഇരുന്ന് തിട്ടൂര് ഇറക്കാൻ കഴിയുന്ന രാഷ്ട്രീയ കാലാവസ്ഥ LDF ഉണ്ടോ ശ്രീ ജയരാജ്? കഴിഞ്ഞ 10 വർഷങ്ങളിൽ ഇവിടെ നിന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഗവൺമെന്റിലെ ഒരു മന്ത്രിമാരെ കുറിച്ചോ സീരിയസ് ആയിട്ടുള്ള ഒരു ആരോപണം ഉണ്ടാക്കാനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്റെ തെളിവ് കൊണ്ടുവരാനോ ഒന്നും പറ്റിയിട്ടില്ല. പിന്നെ ഇപ്പൊ നടക്കുന്ന അന്വേഷണങ്ങൾ, ആ അന്വേഷണങ്ങളുടെ നിജസ്ഥിതിയൊക്കെ നടക്കട്ടെ, ബോധ്യം വരട്ടെ, എന്നിട്ട് നമുക്ക് പറയാം അതിനെക്കുറിച്ച്. അതൊന്നും ഒരിക്കലും ഒരു നിങ്ങൾ പറയുന്ന കണക്കുള്ള ബാഗേജ് ഒന്നും അല്ല. പിന്നെ തെരഞ്ഞെടുപ്പിൽ ജയവും പരാജയവും എല്ലാം ഉണ്ടാവും. തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ കക്ഷികളുടെ ഒരു കാഴ്ചപ്പാട് എന്താണ്? തെരഞ്ഞെടുപ്പിൽ അവരുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വേദിയായിട്ട് മാത്രമാണ് CPI ആയാലും CPM ആണെങ്കിലും ഇടതുപക്ഷ കക്ഷികൾ എല്ലാവരും തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. പാർലമെന്ററി അടിസ്ഥാനത്തിലല്ല പാർട്ടി കെട്ടിപ്പടുത്തിയിരിക്കുന്നതും, ആ ഒരു പാർലമെന്ററി രീതികളിലുമല്ല. പിന്നെ ജനാധിപത്യ സമൂഹത്തിൽ സഹകരിച്ചു ഇങ്ങനെയുള്ള രീതിയിൽ പോകുന്നുണ്ടെന്ന് മാത്രമാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. പിന്നെ ഈ സോഷ്യൽ എഞ്ചിനീയറിംഗിന്റെ ഒരു കണക്ക്, സകലവിധ വർഗീയ കക്ഷികളെയും ഒരു കൊടക്കീഴിലാക്കിക്കൊണ്ട്, അത് ജമാഅത്ത് ഇസ്ലാം മുതൽ BJP RSS സംഘപരിവാറിന്റെ മുഴുവൻ ആളുകളെയും കൂടെ ഒരു കൊടക്കീഴിലാക്കിക്കൊണ്ടാണ് കോൺഗ്രസ് UDF ഇവിടെ മത്സരിച്ചത്. അങ്ങനെയൊന്നുമല്ല. CPM തന്നെ പരാജയം പിടിച്ചു പറയുന്നത് പിണറായി ഒരു വഴിക്കും പാർട്ടി ഒരു വഴിക്കും പോയി, പാർട്ടി സമ്പൂർണ്ണമായി പിഴച്ചു, സർക്കാർ സമ്പൂർണ്ണമായി പിഴച്ചു എന്ന കേന്ദ്രത്തിന് കമ്മ്യൂണിക്ക തുറന്നു പറഞ്ഞു. അതിനകത്ത് ഈ പറഞ്ഞ വർഗീയ ഏകീകരണത്തായെന്ന് പറയുന്നൊന്നുമില്ല. ചുമ്മാ ജനവിധിയെ വീണ്ടും കളിയാക്കി അടി വാങ്ങല്ലേ ശ്രീ ജയരാജ്? ജനവിധിയെ വീണ്ടും കളിയാക്കി, ഇത് തന്നെയാണ് വാസ്തവം. പിന്നെ മാധ്യമങ്ങളുടെ പങ്ക് അത് തള്ളിക്കളയാനാവില്ല. കേരളത്തിൽ 1-2 മാധ്യമങ്ങളും എല്ലാ മാധ്യമങ്ങൾ അന്ന് ഞാൻ നേരത്തെ പറഞ്ഞേ, കേന്ദ്ര കമ്മിറ്റി രേഖ ഹാഷ്മി കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ലല്ലോ. ഹാഷ്മിക്ക് അറിയില്ല. അയ്യോ, അങ്ങ് അത് വായിക്കാതെ വന്ന് ചർച്ചയ്ക്കിരിക്കല്ലേ ശ്രീ ബി ജയരാജ്? കേന്ദ്ര കമ്മിറ്റിയുടെ കമ്മ്യൂണിക്കേഷൻ ഞാൻ അയച്ചു തരാം. അവിടെ നിന്ന് 16 പേജ് ഞാൻ അയച്ചു തരാം. മാത്രമല്ലല്ലോ കാര്യം, അത് പബ്ലിഷ് ചെയ്ത നടന്നിരിക്കുന്ന ചർച്ചകൾ എന്റെ ജയരാജ് അത് പബ്ലിഷ് ചെയ്ത രേഖയാ. അത് പബ്ലിഷ് ചെയ്യുന്ന പുറത്തു കൊടുക്കുന്ന കാര്യങ്ങൾ മാത്രമാണ്. അത് പബ്ലിഷ് ചെയ്ത രേഖയാ. അത് കണ്ടോ ചോദിക്കല്ലേ? ഞാൻ അയച്ചു തരാം. അത് സമഗ്രമായ രേഖ. ഞാൻ പറയുന്നത് കേൾക്ക് ഹാഷ്മി, അവിടെ നടന്ന ചർച്ചകളുടെ സ്വഭാവം എന്താണെന്ന് ഹാഷ്മിക്ക് അറിയാമോ? അവിടെ എന്തെല്ലാം കാര്യങ്ങൾ ചർച്ചയ്ക്ക് വന്നിട്ടുണ്ടെന്നുള്ള കാര്യം ഹാഷ്മിക്ക് അറിയാമോ? മാത്രമാണ് ഹാഷ്മി കണ്ടിട്ടുള്ളത്. അതാണ് കമ്മ്യൂണിറ്റി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. താങ്കൾ പറയുന്ന പോലെ മാധ്യമങ്ങളെല്ലാം കൂടെ വട്ടം കൂടി വേട്ടയാടിയെങ്കിൽ മാസ് ഡയലോഗ് ആണെങ്കിൽ അത് ആ കമ്മ്യൂണിറ്റിയിൽ ഒരുവര് കാണിച്ചാ എന്തില്ലെന്ന് ഞാൻ പറയുന്നതൊക്കെ ഞാൻ പറയാൻ അനുവദിക്കൂ, എന്നെ പറയാൻ അനുവദിക്കോ? ഒന്നുകിൽ താങ്കൾ പറയാ, അല്ലെങ്കിൽ ഞാൻ സംസാരിക്കാം. അങ്ങ് പറഞ്ഞോ. അത് പൂർണ്ണമായിട്ടുള്ള രേഖയൊന്നുമല്ല. പക്ഷെ വാസ്തവം നടന്ന എന്താണെന്നുള്ള കാര്യം കേരളത്തിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എങ്ങനെ പിന്നെ ഒരു മാറ്റത്തിന് വേണ്ടി ജനങ്ങൾ ആഗ്രഹിച്ചു. 10 വർഷമായിട്ട് ഒരു ഗവൺമെന്റ് ഭരിക്കുകയാണ്. എന്നാൽ ഒരു ചേഞ്ച് ആയിക്കോട്ടെ. പയ്യന്നൂര്, തളിപ്പറമ്പ്, തൃക്കരിപ്പൂർ പോലുള്ള പാർട്ടി കോട്ടകൾ വെട്ടിയിട്ട് ജനം തീരുമാനിച്ചു ഒരു മാറ്റം. സഹാക്കൾ തോപ്പിച്ച മനസ്സിലാക്കി. ഏത് സ്ഥലത്തായിക്കോട്ടെ, സഹാക്കൾ തോപ്പിച്ച താങ്കളുടെ കാര്യം എന്താണ് ഈ പറഞ്ഞത്? ഹാഷ്മി അങ്ങനെ ഒരു നറേഷൻ ഉണ്ടാക്കിയെടുക്കാതെ ഹാഷ്മി, അങ്ങനെയല്ല. ഗോവിന്ദനും കുഞ്ചികൃഷ്ണനൊക്കെയാണോ താങ്കൾ ഉദ്ദേശിച്ച സഹാക്കള്? അതോ KK രമയാണോ താങ്കൾ ഉദ്ദേശിച്ച സഹാവ്? പയ്യന്നൂരൊക്കെ പാർട്ടി വോട്ട് കിട്ടാതെ എങ്ങനെ പാർട്ടി ഒന്നും ജയിക്കും? കുഞ്ഞികൃഷ്ണൻ ജയിക്കും. അങ്ങനെ നറേഷൻ പാർട്ടി വോട്ട് കിട്ടാതെ എങ്ങനെ സന്ദീപ് ജയിക്കും? എന്തെല്ലാം ഒത്തുതീർപ്പുകൾ ഉണ്ടായി. സഖാക്കള് ചെവിക്കരണം തീർത്ത് പോച്ചതാ. ജയരാജ് അത് മനസ്സിലാക്കിയെങ്കിലും എവിടെയല്ല ഈ ഞാൻ പറയുന്നൊന്ന് കേൾക്കൂ. അങ്ങനെ മാത്രമല്ല, ചിലപ്പോൾ ഒരു പക്ഷേ അതിനകത്ത് എതിർപ്പുകൾ ഉണ്ടായിരുന്നിരിക്കാം. അത് വളരെ നേരിയ തോതിൽ എല്ലാ കാലത്തും 10 വർഷം ഒരു ഗവൺമെന്റ് തുടർച്ചയായിട്ട് ഭരിക്കുന്നുണ്ട്. അതിനകത്ത് എതിർപ്പുകൾ ഉണ്ടായിരിക്കാം. ഈ മീഡിയാസ് നൽകുന്ന നറേഷനിൽ ചിലപ്പോൾ ജനങ്ങൾ വീണുപോയിട്ടുണ്ടായിരിക്കാം. ആ പ്രചരണങ്ങളിൽ ചിലപ്പം വീണുപോയിട്ടുണ്ടായിരിക്കാം. അല്ലെങ്കിൽ കനകോലുവിന്റെ തന്ത്രത്തിൽ ചിലപ്പോൾ വീണുപോയിട്ടുണ്ടായിരിക്കാം. പക്ഷെ പാർട്ടിയുടെ ഒരു ബേസ് ഉണ്ടല്ലോ, ഇടതുപക്ഷത്തിന്റെ ഒരു ബേസ്. അത് CPI ആയിക്കോട്ടെ, CPM ആയിക്കോട്ടെ, ഇടതുപക്ഷം. ബി ജയരാജ് ഇത് നിങ്ങൾ ആവർത്തിച്ച് പറഞ്ഞു, അതിന് ജനം പ്രഹരിച്ചു. പിന്നെയും അത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്ന കഷ്ടമാണ്. പോട്ടെ,
ഇവിടെ ഇപ്പൊ എന്താണ് ഇവിടെ ഇപ്പൊ പ്രതിപക്ഷ ഉപനേതൃ പദവിക്ക് ശ്രീ വസന്ത് പറയുന്ന പോലെ ഏതെങ്കിലും തരത്തിൽ ഭരണഘടനാ പദവിയല്ല, ഏതെങ്കിലും തരത്തിൽ പ്രത്യേക ആനുകൂല്യങ്ങളില്ല, ഏതെങ്കിലും തരത്തിൽ ഭരണത്തിന്റെ ശീതളിമ സൂചിക്കാൻ പറ്റിയ ഒരു സ്ഥാനമല്ല. കേവലം ഒരു ഫിക്ഷണൽ ഒരു ഫിക്ഷണൽ പൊസിഷനാണ്, ഒരു പ്രതീക പദവിയാണ്. ആ പദവി കൊടുക്കില്ലെന്നുള്ള കടുത്ത വാശി എന്തിനാണ്? അത് പിണറായി വിജയന്റെ വ്യക്തിപരമായ ഈഗോ ആണ്. കാരണം എന്താണ്? ബിസിനസ് വേറെ, കച്ചവടം വേറെ, അല്ല രാഷ്ട്രീയം വേറെ, ബിസിനസ് വേറെ എന്ന് ബിനോയ് പറഞ്ഞു പോയി. അതുകൊണ്ട് അങ്ങനെയാണെങ്കിൽ ആ ഈഗോ അഫോർഡബിൾ ആണോ സാറേ നിങ്ങൾക്ക് ഇപ്പോ? ഉപമുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കട്ടെ ലീഗിന്, ലീഗിന് ഉപമുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കട്ടെ. ഇതേ ന്യായമാണെങ്കിൽ അടുത്ത തവണ അധികാരത്തിൽ വരുന്നുണ്ടെങ്കിൽ പ്രതിപക്ഷ ഉപനേതാവല്ലേ, ഞങ്ങൾക്ക് ഉപമുഖ്യമന്ത്രി സ്ഥാനം വേണമെന്ന് പറഞ്ഞാൽ കൊടുക്കാൻ പറ്റുമോ? അത് PMS എല്ലാം പുറത്തുനിന്ന് പറഞ്ഞോ? അങ്ങനെ ഒരു കീഴ്വഴക്കമില്ല. അല്ല, PMS എല്ലാം പുറത്തുനിന്ന് പറഞ്ഞോ? കീഴ്വഴക്കം പറയുന്നത് പോലെ ഞങ്ങൾക്ക് ഉപമുഖ്യമന്ത്രി സ്ഥാനം വേണം 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 എന്ന് പറഞ്ഞുകൊണ്ടിരുന്നോ? ഇത് ബിനോയ് പറഞ്ഞുകൊണ്ടേയിരിക്കുക. അത് ജനങ്ങളെതിരാവുന്നുള്ളതുകൊണ്ടാണ്, അത് സംഘപരിവാറിന് വളവിട്ട് കൊടുക്കുമെന്നുള്ളതുകൊണ്ടാണ്. ഇത് സംഘപരിവാർ അത് ഒരു വേറെ രീതിയിൽ തന്നെ വ്യാഖ്യാനിക്കും. അതുകൊണ്ടാണ് അവർ സൈലന്റ് ആയിട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ അവരെന്നെ ആവശ്യപ്പെട്ടേനെ. ഇന്നലെ തന്നെ മുഖ്യമന്ത്രിമാരുടെ സമ്മേളനത്തിൽ കുഞ്ഞാലിക്കുട്ടി പോയതന്നെ ഇതാരാ സൂപ്പർ മുഖ്യമന്ത്രിയാണെന്നുള്ള ചോദ്യങ്ങളൊക്കെ നമ്മൾ മീഡിയയിലൊക്കെ കണ്ടതാണ്. അങ്ങനെയൊക്കെയുള്ള അങ്ങനെ ഒരു നറേഷൻ, ഒരു കമ്മ്യൂണൽ സ്പ്ലിറ്റ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ നിശബ്ദമായിട്ട് മിണ്ടാതിരിക്കുന്നത്. അല്ലെങ്കിൽ അവർക്ക് അർഹതപ്പെട്ടതാണത്, പൂർണ്ണമായി അവർക്ക് അർഹതപ്പെട്ട സ്ഥാനം തന്നെയാണ്. അതിന് യാതൊരു എതിരഭിപ്രായം എന്നെ സംബന്ധിച്ചിടത്തോളം അല്ല. അതുകൊള്ളാം. അവിടെ പ്രതിപക്ഷ ഉപനേതാവ് പദവിക്ക് വേണ്ടി നിങ്ങളുടെ മുന്നണിയിലെ രണ്ടാമത്തെ കക്ഷി വാവിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പോയി പണി നോക്കാൻ പിണറായി വിജയൻ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നിട്ട് നിങ്ങൾ UDF നോക്കി എന്തുകൊണ്ട് ലീഗിന് ഉപമുഖ്യമന്ത്രി പദവിക്ക് അർഹതയുണ്ട് എന്ന് പറയുകയാണ്, പ്രബന്ധം എഴുതാണോ? ഞങ്ങൾക്ക് അങ്ങനെ ഒരു കീഴ്വഴക്കമില്ലെന്നേ. ഞങ്ങൾക്ക് അങ്ങനെ ഒരു കീഴ്വഴക്കമില്ല. ഞങ്ങൾക്ക് അങ്ങനെ ഒരു കീഴ്വഴക്കം ഇല്ലാത്തതുകൊണ്ട് പുതിയതായിട്ടൊരു കീഴ്വഴക്കം സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്നില്ല. വെരി ക്ലിയർ. ഞാൻ പറയട്ടെ, എത്ര ഈ LDF-ലെ ഘടകകക്ഷികളെ നേരത്തെ ഈ വെളിയിൽ പറഞ്ഞ സമയത്ത് എത്ര പേര് ഞാൻ ഒറ്റക്കാര്യം ചോദിച്ചോട്ടെ, ഇങ്ങനെ ആശങ്ക പാർട്ടിക്ക് എന്ന് പറഞ്ഞാൽ ഈ മാസപ്പടി അന്വേഷണത്തിന്റെ വഴിയിൽ പിണറായി വിജയൻ ആ പ്രതിപക്ഷ നേതൃപദവിയിൽ നിന്ന് ഒഴിയേണ്ടി വരുമെന്നും മുൻ ധനമന്ത്രി ശ്രീ ബാലഗോപാലിനെ ആ പദവിയിലേക്ക് ഇരുത്തേണ്ടി വരും എന്ന ഒരു ധർമ്മസംഘടന പിണറായിക്ക് ഉണ്ടാവുമോ? ആ തീരുമാനത്തിന് പിന്നിൽ പിണറായി വിജയനെ പറഞ്ഞോണ്ടിരിക്കുക. മരിക്കുന്നത് വരെ വസന്തിന് അങ്ങനെ സ്ഖലനം ഉണ്ടാവുന്നെങ്കിലും ഉണ്ടാവട്ടെ, അങ്ങനെ ഉണ്ടാവുന്നെങ്കിലും ഉണ്ടായിക്കോട്ടെ. അതിനകത്ത് ഞാൻ ഭൗതിക രാഹുൽ മാങ്കൂട്ടത്തിനെ ഉദ്ദേശിച്ചല്ല പറഞ്ഞത്. സ്ഖലിതങ്ങൾ എന്നുള്ള വാക്ക് സാധാരണ ഉപയോഗിക്കാറുണ്ട്. ആ ഒരു സ്ഖലനം മാത്രമേ അറിയത്തുള്ളൂ. താങ്കളുടെ സ്ഖലിതം വേറെയാണ് സാറേ, സ്ഖലിതം എന്ന് പറഞ്ഞാൽ വേറെയാ, താങ്കൾ പറഞ്ഞ വാക്കല്ല. ഓക്കെ, ഡിക്ഷണറി എടുത്ത് വെച്ച് നോക്ക് ഇടവേള എന്താണ് സ്ഖലിതം വേറെ വാക്കാ, ഇടവേള. ഓക്കെ, അത് തന്നെ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ, അല്ല താങ്കൾ ഉദ്ദേശിച്ച രീതിയിലല്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.